ഹോട്ടൽ പാരഗൺ സ്റ്റൈലിലുള്ള അടിപൊളി ടേസ്റ്റുള്ള വറുത്തരിച്ച ചിക്കൻ കറിയുടെ കിടിലൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലും പെർഫെക്ഷനിലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമുള്ള വെയിറ്റാണ്. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അല്പം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം തന്നെ കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം, 7 വെളുത്തുള്ളി അല്ലി. ഇത് വലിയ അല്ലിയാണ്, ചെറുതാണെങ്കിൽ ഒരു 10-12 എണ്ണം വേണ്ടി വരും. ഇതിലേക്ക് ഇനി 6 പച്ചമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുത്. ഈ കറിയുടെ ഒരു പ്രത്യേകത, ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് മെയിനായിട്ട് എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഈ കറിയിലേക്ക് വേണ്ട തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി വേവിക്കുക. തീ കൂട്ടി വെക്കരുത്, ഇനി ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറും. തേങ്ങ കുറച്ചും കൂടി ബ്രൗൺ കളറാക്കി എടുക്കണം, പക്ഷേ ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലൊരു പ്ലേറ്റ് അടുത്ത് റെഡിയാക്കി വെക്കാം. കാരണം ഇത് കുറച്ച് സമയം ഫ്രൈ പാനിൽ കിടന്നാൽ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു കളറായി കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങ തണുത്ത് പോരുത്. ചെറിയൊരു ചൂടോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് മാറ്റാം. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരപ്പ് ശരിയായി കിട്ടൂല. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും മാറും. ഒന്ന് അരച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങയിൽ നിന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടാനുള്ള ഓയിൽ വരും. 1-2 പ്രാവശ്യം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓയിൽ പരുവത്തിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല ബ്രൗൺ കളറിൽ ഓയിൽ പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. അതുപോലെ തന്നെ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തരിയില്ലാതെ അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനോ മറ്റോ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക. ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് അളവിൽ മാത്രം ഉലുവയും 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് സമയം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നീളം കുറച്ച് നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത 2 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് ഇടവിട്ട് ഇളക്കി വേവിക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് 50 ഗ്രാം ഉണ്ട്. ചെറിയുള്ളി ചേർത്താലാണ് കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഇടവിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് വാടി കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ബ്രൗൺ കളറാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ മുമ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റോ ഫ്ലേവറൊക്കെ മാറുന്നവരെ 1-2 മിനിറ്റ് സമയം ഇടവിട്ട് ഇളക്കി വേവിക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് സമയം വേവിക്കുക. ഇനി തുറന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ വേവിക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്.
ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, എരിവുള്ള സാദാ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു നുള്ള് അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ കറിൻ്റെ കളർ മാറും. ചിക്കൻ മസാല 3/4 ടേബിൾ സ്പൂൺ. തീ കുറച്ച് വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ പകരം ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ മസാലയുടെ പ്രൊഡക്റ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് മസാല നന്നായിട്ട് റോസ്റ്റ് ആവണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലെ ചിക്കനിലേക്ക് നേരിട്ട് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കും. ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് സമയം ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി തടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം വേവിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ചിക്കൻ നിറങ്ങുന്ന വെള്ളത്തിൽ വേവുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇടയ്ക്ക് ഒരു തവണ തുറന്ന് ഇതുപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത്, എന്നാലേ പീസസ് എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം 1/4 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, അതിലും കൂടുതൽ ചേർക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ പീസസിലും അരപ്പ് നന്നായിട്ട് പിടിക്കണം. ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വലിയ പീസുകളാണെങ്കിൽ ചിക്കൻ വെന്ത് കിട്ടാൻ കുറച്ചും കൂടി സമയമെടുക്കും. അതുപോലെ തന്നെ ചിക്കൻ വേവുന്ന വരെ വേവിക്കുക. ഇനി കറിയിലെ എരിവൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാരണം പല ഭാഗത്തും കിട്ടുന്ന പച്ചമുളകിൻ്റെ എരിവിൽ മാറ്റം ഉണ്ടാവും. ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക. അവസാനമായിട്ട് കറിയിലേക്ക് നമുക്കൊന്ന് വറവിട്ട് ചേർക്കണം. വറവ് ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. വറവ് തയ്യാറാക്കാൻ പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി 3-4 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് ഇളക്കി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വേവിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് 1 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം. ഇനി വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്ത പാടെ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെക്കണം. നമ്മൾ ചേർത്ത വറവിൻ്റെ ആ സ്മെല്ലും അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിന് ശേഷം മാത്രം സേവ് ചെയ്യുക. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എന്ന് വേണ്ട എല്ലാത്തിലേക്കും ബെസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ചിക്കൻ കറികളാണിത്. വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.